എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് സോയാ ചങ്ക്സ് വെച്ച് സോയാ 65 എന്ന് പറഞ്ഞ ഐറ്റമാണ്. വളരെ എളുപ്പത്തിലും ടേസ്റ്റോടുകൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണിത്. ഒരു പ്രാവശ്യം നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഉണ്ടാക്കും. വെജിറ്റേറിയൻ ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. വെജിറ്റേറിയൻ മാത്രമല്ല കേട്ടോ, നോൺ വെജായ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. ചായയൊക്കെ കുടിക്കുന്ന ടൈമിൽ ഇത് കുറിക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ നമുക്കിത് ഉണ്ടാക്കുന്ന നോക്കിയാലോ. ഇവിടെ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് ഞാൻ 2 കപ്പ് സോയാ ചങ്ക്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് വലിയ കപ്പിൽ തന്നെയാണ് സോയാ ചങ്ക്സ് എടുക്കുന്നത്. എൻ്റെ ഇരിക്കുന്ന സോയാ ചങ്ക്സ് ഇച്ചിരി വലിയ സോയാ ചങ്ക്സ് ആട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറുതാ മീഡിയം ടൈപ്പ് ആണെങ്കിൽ ആ ടൈപ്പിൽ എടുക്കാം. ഇത് 1 കപ്പിലാണ് ഞാൻ സോയാ ചങ്ക്സ് എടുത്തിരിക്കുന്നത് കേട്ടോ. സോയാ ചങ്ക്സ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് സോയാ ചങ്ക്സ് ഇട്ട് കഴിഞ്ഞ് വെള്ളം ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ടൊരു 10 മിനിറ്റ് സോയാ ചങ്ക്സിനെ വെള്ളത്തിലിങ്ങനെ ഇട്ട് കൊടുത്തേക്കുക. ഇടയ്ക്ക് സോയാ ചങ്ക്സ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. കാരണം ഇത് വീർത്ത് വരുമ്പോൾ ഇത് മുകൾ ഭാഗത്ത് ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പോൾ മുകൾ ഭാഗം അങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കും. അപ്പോൾ ഇളക്കിയിട്ട് കൊടുക്കുമ്പോൾ അത് സോഫ്റ്റായിട്ട് വരും. 10 മിനിറ്റ് ആയിട്ടുണ്ട്. സോയാ ചങ്ക്സ് വെള്ളമെല്ലാം നല്ലതായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഈ പരുവത്തിൽ സോയാ ചങ്ക്സ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചൂടുവെള്ളം ഊറ്റി കളഞ്ഞിട്ട് 2 പ്രാവശ്യം പച്ചവെള്ളം ഒഴിച്ച് അതൊന്ന് കളഞ്ഞെടുത്തുകൊണ്ട് വരാം. ഞാൻ ഇവിടെ പച്ചവെള്ളം ഒഴിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സോയാ ചങ്ക്സിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോയാ ചങ്ക്സ് നല്ലതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയാ ചങ്ക്സിന് വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ നല്ലതായിട്ട് നമ്മളിത് പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോൾ ആ ടേസ്റ്റ് എല്ലാം പോയി കിട്ടുന്നതാണ്. അങ്ങനെ പിഴിഞ്ഞങ്ങ് പൊടിച്ച് കളയല്ലേ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ സോയാ ചങ്ക്സ് എല്ലാം നമുക്ക് പിഴിഞ്ഞെടുത്തുകൊണ്ട് വരാം. സോയാ ചങ്ക്സ് എല്ലാം ഞാൻ നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഇരിക്കുന്ന സോയാ ചങ്ക്സ് ഇച്ചിരി വലിയ സോയാ ചങ്ക്സ് ഉണ്ട്, ഇത്രയും വലുതാണ്. അതുകൊണ്ട് ഞാൻ 2ആയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെറുതോ മീഡിയോ ടൈപ്പ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഇരിക്കുന്ന വലുതായതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ സോയാ ചങ്ക്സും ഞാൻ ഇതുകൊണ്ടൊന്ന് കട്ട് ചെയ്തുകൊണ്ട് വരാമേ. സോയ ചങ്ക്സ് എല്ലാം ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചെടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചാണ്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചതച്ചെടുത്തതാണ്. 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത കട്ട തൈരും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഇട്ട് കൊടുക്കുന്നത്. കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു കോട്ടിങ് കിട്ടാനും നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനും വേണ്ടിയാണ്. കോൺഫ്ലോർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. മീനിനെ അരപ്പൊക്കെ തേക്കുമ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനേക്കാളും കുറച്ചും കൂടെ ജ്യൂസി വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഈ ഒരു പരുവത്തിൽ വേണം നിങ്ങളിതിനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് സോയാ ചങ്ക്സിലോട്ടാണ് ഈ അരപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ അരപ്പെടുക്കുന്ന പാത്രം വലിയ പാത്രമാണെങ്കിൽ അതിലോട്ട് സോയാ ചങ്ക്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് സോയാ ചങ്ക്സിലോട്ട് എല്ലായിടത്തോടും ഈ മസാല പിടിക്കാത്ത രീതിയിൽ കൈ കൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിതിനെ അടച്ച് മാറ്റി വെക്കാം. ഇവിടെ അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിതിന് വറുത്തെടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇവിടെ വറുത്തെടുക്കുന്നത്. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഓവറായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഈ സോയാ ചങ്ക്സ് നല്ലതായിട്ട് എണ്ണ കുടിക്കും കേട്ടോ. ഇതിലോട്ട് സോയാ ചങ്ക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. സോയാ ചങ്ക്സ് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കല്ല, കുറച്ചിട്ട് കൊടുത്ത് അങ്ങനെ നമുക്ക് 2 ട്രിപ്പായിട്ടോ 3 ട്രിപ്പായിട്ടോ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. നമുക്കിതിനെ തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് നല്ല രീതിയിൽ നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സോയാ ചങ്ക്സ് പകുതി ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് 2-3 പച്ചമുളക് നീളത്തിൽ കണ്ടിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 2 ട്രിപ്പിനായിട്ടുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ആദ്യം 3 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലോട് ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇപ്പില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഇതും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു പരുവത്തിലാണ് ഈ ഒരു കളറിൽ വേണം ഇത് ഫ്രൈ ആയി വരാൻ. ആദ്യത്തെ ട്രിപ്പ് ഞാൻ കോരി മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള എണ്ണയിലോട്ട് ബാക്കിയുള്ള നമുക്ക് ഇട്ട് കൊടുക്കുക. ബാക്കിയുണ്ട് വെളിച്ചെണ്ണ അത്രയും കുടിച്ചെടുത്തിട്ടൊന്നുമില്ല സോയാ ചങ്ക്സ് കേട്ടോ. ബാക്കി വെളിച്ചെണ്ണ ഇത്രയും ഉണ്ട്. അതിലോട്ട് ബാക്കിയുള്ള സോയാ
ചങ്ക്സ് ഇട്ട് കൊടുത്ത് പച്ചമുളക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഫ്രൈ ചെയ്തെടുത്ത സോയാ ചങ്ക്സ് ചെയ്ത് കേട്ടോ, കണ്ടില്ലേ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ പുറഭാഗം എന്ന് പറഞ്ഞാൽ നല്ല ആ കോട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടും അത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കാൻ തുടങ്ങിയുണ്ടല്ലോ, നമ്മൾ ചുമ്മാതെ കഴിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ ചായയൊക്കെ ഇട്ട് കൊടുത്ത് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു ഐറ്റമാണ് ഇങ്ങനെ കഴിക്കാൻ കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇങ്ങനെ കുറിക്കാൻ നല്ലൊരു സംഭവമാണ് ഇതിങ്ങനെ കഴിക്കാനായിട്ട്. ഇനി നമ്മൾ ഈ രീതിയിലല്ല എടുക്കുന്നത്, ഇതിന് കുറച്ച് പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ സോയ 65 ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ച് സോസുകളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സോയാ ചങ്ക്സ് വറുത്തെടുത്ത വെളിച്ചെണ്ണ അധികം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ 6 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ദൂരെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതായിട്ട് ഫ്രൈ ആയി വരേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല രീതിയിലൊന്ന് വാടി വരണം. ആ രീതിയാവുന്ന സമയത്ത് ഞാൻ അവിടെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ശകലം 1/4 ടീസ്പൂൺ വിനാഗിരിയും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്ത സോസാണിത് കേട്ടോ. ഈ സോസ് നമുക്ക് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ സോസ് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സോസ് ഒന്ന് തിളച്ച് വരണം. ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള സോയാ ചങ്ക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ആയിട്ട് നമുക്കിതിനെ ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം. സോയാ ചങ്ക്സിലോട്ടൊക്കെ ഈ സോസെല്ലാം പുരണ്ട് വരത്തക്ക രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പില ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കറിവേപ്പില ഇരിപ്പില്ല. മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് തീ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇത് നിങ്ങൾ ചൂടോടുകൂടി കഴിക്കണം കേട്ടോ. സോസൊക്കെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് തന്നെ ചൂടോടുകൂടി കഴിച്ചില്ല എങ്കിൽ നമുക്കിത് കുറേ കഴിച്ച് കഴിയുമ്പോൾ കട്ടിയായതുപോലെ തോന്നും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ ചായയുടെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ സോസ് ഒഴിക്കുന്നതിന് മുമ്പ് വറുത്തെടുത്തല്ലോ, ആ രീതി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ചായയുടെ കൂടെ കഴിക്കാൻ ടേസ്റ്റ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ പോലെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നല്ലൊരു ഐറ്റം ഇത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ട് വീഡിയോ ഇടാനായിട്ട് എൻ്റെ പ്രചോദനം കേട്ടോ. അതുപോലെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക, നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.